ചില മീനുകൾ അവയുടെ ജീവിത കാലയളവിൽ പെണ്ണിൽ നിന്നാണായോ തിരിച്ചാണിൽ നിന്ന് പെണ്ണായോ മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇതാണ് മീനുകളുടെ ലിംഗമാറ്റം അഥവാ സ്വീക്കൻഷ്യൽ ഹെർമാഫ്രോഡൈറ്റിസം. പ്രധാനമായും രണ്ട് രീതിയിലാണ് ഈ മാറ്റം നടക്കുന്നത്. ഒന്നാമത്തേത് പ്രോട്ടോജനി. ഇവിടെ മീനുകൾ ആദ്യം പെണ്ണായി ജനിക്കുന്നു, പിന്നീട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആണായി മാറുന്നു. ഉദാഹരണത്തിന് റാസ് മത്സ്യങ്ങൾ. രണ്ടാമത്തേത് പ്രോട്ടാൻട്രി. ഇവിടെ ആദ്യം ആണായി ജനിച്ച് പിന്നീട് പെണ്ണായി മാറുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ഫൈൻഡിങ് നെമോ സിനിമയിൽ കണ്ട ക്ലോൺ ഫിഷുകൾ. ക്ലോൺ ഫിഷുകളുടെ കൂട്ടത്തിൽ ഒരേയൊരു വലിയ പെൺമീനും കുറച്ച് ആൺമീനുകളുമാണ് ഉണ്ടാവുക. ഏതെങ്കിലും കാരണവശാൽ ആ പെൺമീൻ ചത്തുപോയാൽ ആ കൂട്ടത്തിലെ ഏറ്റവും കരുത്തനായ ആൺമീൻ വെറും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പെൺമീനായി മാറും. തന്റെ വംശം നിലനിർത്താൻ മുട്ടകളിടാൻ വേണ്ടിയാണ് ഈ മാറ്റം. ഇത് വെറുമൊരു രൂപമാറ്റമല്ല. മീനിന്റെ തലച്ചോറിലെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നിവയാണ് ഈ മാറ്റത്തിന് സിഗ്നൽ നൽകുന്നത്. ഇവിടെ അരോമേറ്റസ് എന്നൊരു എൻസൈമാണ് പ്രധാന താരം. ഇത് മീനിന്റെ ശരീരത്തിലെ ആൺ ഹോർമോണിനെ പെൺ ഹോർമോണാക്കി മാറ്റുന്നു. ആണാകണമെങ്കിൽ ഈ എൻസൈം പ്രവർത്തനം നിർത്തും, പെണ്ണാകണമെങ്കിൽ ഇതിന്റെ അളവ് കൂടും. വെറും ഒരാഴ്ച കൊണ്ട് ഇവരുടെ അണ്ഡാശയം വൃഷണങ്ങളായി മാറും. സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിജീവിക്കാൻ പ്രകൃതി നൽകിയൊരു കഴിവ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.